ഭീഷണിപ്പെടുത്തി ബി.ജെ.പി. നേതാക്കൾ പിരിവിന് ശ്രമിച്ചതായി പമ്പയിലെ ക്ലോക്ക് റൂം കരാറുകാരൻ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. സംഭാവന നിരോധിത മേഖലയിൽ ബി.ജെ.പി. പ്രാദേശിക നേതാക്കൾ പിരിവിനായി എത്തുന്ന CCTV ദൃശ്യങ്ങൾ ക്ലോക്ക് റൂം കരാറുകാരൻ പുറത്തുവിട്ടിരിക്കുന്നു. ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നു എന്നാരോപിച്ച് ഇന്നലെ ഏതാനും ഭക്തർ പ്രതിഷേധിച്ചിരുന്നു. ഇവരെ ബി.ജെ.പി. നേതാക്കൾ ഇളക്കി വിട്ടതാണെന്നാണ് ആരോപണം. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രാദേശിക ബി.ജെ.പി. നേതാക്കൾ പിരിവ് ലക്ഷ്യമിട്ടുകൊണ്ട് ആ മേഖലയിൽ എത്തി എന്നാണോ ഈ ക്ലോക്ക് റൂം കരാറുകാരൻ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്? ഈ പുറത്തുവിട്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്? ഗോപികൃഷ്ണൻ, ഗുരുതരമായ പരാതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം ഈ പമ്പയും ശബരിമലയും അടക്കമുള്ള പ്രദേശങ്ങൾ ഭിക്ഷാടന സംഭാവന നിരോധിത മേഖലയാണ്. അവിടെ ഒരു കാരണവശാലും സംഭാവന പിരിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കമുണ്ട്. ഈ പ്രദേശത്തേക്കാണ് രസീത് ബുക്കും അതുപോലെ തന്നെ കാർബൺ പേപ്പറും ഒക്കെയായി BJP നേതാക്കൾ കടന്നു വരുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ക്ലോക്ക് റൂമിന് മുൻവശത്ത് നിന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ക്ലോക്ക് റൂമിന് മുൻവശത്ത് വെച്ച് ഇത്തരത്തിൽ രസീത് ബുക്കും അതുപോലെ തന്നെ കാർബൺ പേപ്പറും പേനയും ഒക്കെ എടുക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു പ്രതിഷേധം ആ മേഖലയിൽ നടന്നിരുന്നു. അത് ഈ ക്ലോക്ക് റൂമിനെതിരെ, ഈ ക്ലോക്ക് റൂം അമിത നിരക്ക് ഈടാക്കുന്നു എന്നാണ് ആക്ഷേപം. അതായത് ഭക്തർ കയറി പോകുമ്പോൾ അവരിൽ നിന്ന് 30 രൂപയാണ് ഒരു ദിവസത്തേക്ക് വാങ്ങിക്കേണ്ടത്, 60 രൂപ വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കരാറുകാരൻ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. 60 രൂപ വാങ്ങിക്കുന്നുണ്ട്. അത് ഒരു ദിവസം ഭക്തർ അവിടെ പോയി തങ്ങി അടുത്ത ദിവസമാണ് ഭക്തർ തിരിച്ചു വരാറുള്ളത്. സ്വാഭാവികമായി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ പുറകിൽ തങ്ങൾ ആ രസീതിൽ എഴുതി കൊടുക്കാറുണ്ട്. ബാക്കി 30 രൂപ തങ്ങൾ മടക്കി കൊടുക്കാറുണ്ട് എന്നാണ് കരാറുകാരൻ പറയുന്നത്. എന്തായാലും BJP നേതാക്കൾ 25,000 രൂപയാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. 25,000 രൂപ ആവശ്യപ്പെടുന്നു. അതിനുശേഷം 1000 രൂപ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, തങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് അവിടുത്തെ ചിറ്റാർ പഞ്ചായത്ത് അംഗവും BJPയുടെ റാന്നി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ അരുൺ അനിരുദ്ധനും അതുപോലെ തന്നെ BJPയുടെ റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് സതീഷ് കുമാറുമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ആക്ഷേപം ഉയർന്ന CCTV ദൃശ്യങ്ങളിലുള്ള 2 പേർ അവരാണെന്ന് പറയുന്നു. എന്തായാലും BJP തന്നെയാണ് ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ഇവിടെ അമിത നിരക്ക് ഈടാക്കുന്നു എന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ആ വാർത്താക്കുറിപ്പ് ഇറക്കുക മാത്രമല്ല, BJP നേതാക്കൾ ദേവസ്വം ഇന്റലിജൻസിനെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നും ആ വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ദേവസ്വം ഇന്റലിജൻസിന്റെ പരിശോധന നടന്നിട്ട് കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ്, തെറ്റുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പരാതി ഗൗരവമുള്ളതാകുന്നത്. എന്തായാലും പമ്പ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്. എന്തായാലും BJP പമ്പ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.